ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3യുടെ 7ാം ദിനത്തെ കളക്ഷനിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഷോ കൗണ്ടുകൾ വീണ്ടും കൂടുന്ന കാര്യം കാണാൻ കഴിയുന്നു. ഇന്ന് ഇതുവരെ 3,20,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു സിനിമയ്ക്ക്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒക്യുപ്പൻസിയും അതുപോലെ തന്നെ കളക്ഷനുമൊക്കെ കൂടുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇന്ന് ഇതുവരെ 5,50,00,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 6 കോടി സിനിമ ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ 5,80,00,000 രൂപയോളമായിരുന്നു ഫൈനൽ കളക്ഷൻ എങ്കിൽ ഇന്ന് 6 കോടി ടച്ച് ചെയ്തിരിക്കുന്നു. 6.5 കോടിക്ക് മുകളിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ടും സിനിമയ്ക്ക് കളക്ഷൻ കൂടുക തന്നെയാണ്. ഇതിനോടകം തന്നെ 6 ദിനം കൊണ്ട് സിനിമ 170 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ച് 171 കോടി നേടി. ഇന്നത്തോടെ സിനിമ ഏകദേശം 184, 185 കോടിയിലേക്ക് കയറുമെന്നുള്ളതാണ്. ഒരു മലയാള സിനിമയുടെ അതിഗംഭീരമായിട്ടുള്ള കൊടൂരമായ വളർച്ച എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ദൃശ്യം ഇനിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെയും ഗംഭീര തൂക്കിയടി തന്നെയാണ്. നമുക്ക് നോക്കാം, അവിടെ ടോപ്പിൽ നിൽക്കുന്ന മലയാള സിനിമകൾ. ആവേശം 25 കോടിയായിരുന്നു, മാർക്കോ 28 കോടി, അതായത് മാർക്കോയെ വെട്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യം നിൽക്കുന്നത് 30 കോടിക്ക് മുകളിൽ നേടിയാണ്. അങ്ങനെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പ്രേമലുവാണ്, 30,90,00,000 രൂപ എന്ന ട്രാക്കേഴ്സ്, പല ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകളാണ്. എമ്പുരാൻ 34.45 കോടി, ലോക 60.60 കോടി, മഞ്ഞുമൽ ബോയ്സ് 95.65 കോടി. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സിനിമ നമുക്ക് എമ്പുരാൻ്റെ മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ലോകയുടെ കളക്ഷനും തകർക്കും ഈ ഒരു ചിത്രമെന്ന് ആണ് നോക്കുന്നത്. എന്തായാലും ഉറ്റു നോക്കുന്നത് നമുക്ക് മഞ്ഞുമലിനെ വെട്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് കാണേണ്ടി വരും. അതൊരു ലോങ് റണ്ണിൽ നമുക്ക് കാണാം. GCC രാജ്യങ്ങളിൽ 50,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് പ്രീസെയിലൂടെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന 2-3 ദിവസങ്ങളിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് റെക്കോർഡ് തന്നെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അവധിയായതുകൊണ്ട്, പെരുന്നാളായതുകൊണ്ട് തന്നെ അത് ഗംഭീരമായിട്ട് തന്നെ പോവുകയാണ്. കേരളത്തിൽ 51 കോടിയായിരുന്നു സിനിമയ്ക്ക് 6 ദിവസം കൊണ്ട് നേടിയതെങ്കിൽ ഇന്നത്തോടെ അത് 57 കോടി കടക്കും എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി മാറുകയാണ് ഈ ഒരു സിനിമ. 6 ദിവസം കൊണ്ട് 50 കോടി കടന്നിട്ട് ഈ ഒരു സിനിമ കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമ 2026ലെയും ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ എന്ന് തന്നെ പറയാം, അല്ലാതെ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല. ഇവിടെ ദൃശ്യം 3 മത്സരിക്കുന്നത് കറുപ്പിനോടൊപ്പം ആണ് ഈ ഒരു ആഴ്ചയിൽ. അതായത് 275 കോടിക്ക് മുകളിൽ നേടിയ സിനിമയ്ക്ക് ഒപ്പം 180 കോടിക്കടുത്തേക്ക് ഈ ഒരു സിനിമ എത്തുകയാണ്. അതായത് അത് 300 അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ 200 കടക്കും എന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയുമാണ്. തെലുങ്കിലും ഭീകരമായിട്ടുള്ള കണക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 8,33,00,000 രൂപ സിനിമയ്ക്ക് 6 ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞു. 4 കോടിക്ക് മുകളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഷെയർ നേടാൻ കഴിഞ്ഞു. തെലുങ്കാനയിൽ 5 കോടിക്ക് മുകളിലെത്താൻ കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിൽ 3,28,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ലാംഗ്വേജ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ തെലുങ്കിൽ 7,25,00,000 രൂപയും, മലയാളത്തിന് 99,00,000 രൂപ, അതായത് 1 കോടിക്കടുത്തു, തമിഴിന് 9,00,000 രൂപയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. ആദ്യ ദിനം 50 കോടി 50,00,000 ആണെങ്കിൽ, രണ്ടാം ദിനം 35 കോടി, മൂന്നാം ദിനവും 35 കോടിക്ക് മുകളിൽ, നാലാം ദിനം 29 കോടി 50,00,000 രൂപ, അഞ്ചാം ദിനം 15 കോടി 30,00,000 രൂപയാണെങ്കിൽ, ആറാം ദിനം 13 കോടി 40,00,000 രൂപയായിരുന്നു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്ന് 15 കോടിയിലേക്ക് വീണ്ടും സിനിമ തിരിച്ചു കയറുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കർണാടകത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് 10,91,00,000 രൂപ നേടുകയും 5 കോടിയോളം ഡിസ്ട്രിബ്യൂഷൻ ഷെയറായി നേടാനും സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു ഭീകര കളക്ഷനായിട്ടാണ് ഓരോ വർക്കിംഗ് ഡേയിലും പുതിയ റെക്കോർഡ് തൂക്കിയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 200 കോടി നേടുന്ന ദിവസം നിങ്ങൾക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം.